അസീബിന്റെ മരങ്കേറ്റം കണ്ടിരിക്കണ ഇങ്ങോട്ട് ബരി രാവിലെ തന്നെ പല്ലും തെച്ചാണ് ഞങ്ങൾ ബലൂണ് പോലെ വീർത്തിരിക്കണ പൂരി തിന്നാൻ വന്നിക്കാണ് ഹോട്ടലിലേക്ക്. ആ പൂരിമൊന്നൊരു കഷ്ണം പറിച്ചിക്കാണ്ട് നല്ല തേങ്ങ ചട്ടണിയിലും ആ ബാജിലൊക്കെ മുക്കിക്കാണ്ട് ഒരു കഷ്ണം തൊള്ളയൊക്കെ ഇട്ട് കഴിച്ചാലുണ്ടല്ലോ സാമ്പാർ കൂട്ടി പിടിച്ചാൽ ഒരു പസർമ ലൈറ്റ് ആയിട്ട് ചായക്കൂട്ടി കഴിഞ്ഞാണ്ട് കടയൊക്കെ വന്നപ്പോഴാണ് ഒരു പ്രതിഭാസം കാണുന്നത്. ഈ ബാംഗ്ലൂരിലത്തെ തണുപ്പോണ്ട് വെളിച്ചെണ്ണയിലുണ്ടായ രൂപമാറ്റങ്ങള് ഇവിടെ ഒക്കെ ഒരു ഉച്ചായിട്ടും സ്വസ്ഥത ഇല്ല, തണുത്തിട്ട് വിറച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ടും മെക്കിപ്പോട്ടും നടക്കും. അങ്ങനെ ഉച്ചയായപ്പോ ഞാനും ഫാസിലേക്ക് അസീബും കൂട്ടിക്കാണ്ട് അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി കണ്ട് നല്ല കുഷ്ക റൈസ് കഴിച്ചു. കുഷ്ക റൈസിന്റെ ഒപ്പം ചിക്കൻ കബാബും കൂട്ടിക്കാണ്ട് പിടിക്കാൻ നല്ല ടേസ്റ്റ്. ഉച്ചക്കത്തെ ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് നല്ല ചെറിയ നാടൻ നെല്ലിക്ക് മത്തിപ്പായൊക്കെ ഇങ്ങനെ കൊലച്ച് നിൽക്കുക. അസീബ് നമ്മളെ വല്ലോരും മരത്തുമ്മലാണ് കയറ്റിച്ച് ആ നെല്ലിക്കണ്ട് പറിച്ചെടുക്കുന്നു. നമ്മളെ പറമ്പത്തെ നെല്ലിക്കാണ് ഇപ്പൊ എത്ര ഉസാറുണ്ടല്ലോ കയറി പറിച്ച് തിന്നാൻ. ആരാന്റെ പറമ്പെന്ന് പറിച്ചു തിന്നുമ്പോ അതിന് പേരെ ടേസ്റ്റ് അല്ല. അസീബ് ഒരു കൊമ്പ് ഞങ്ങൾക്കും പൊട്ടിച്ചെന്ന് ഞങ്ങൾ അടിയെന്ന് തിന്നു. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് കയ്പാണെങ്കിൽ പിന്നെ ഒരു മധുരം കിട്ടാണ്ട് എന്റെ മോനെ സെറ്റാണ്. രാത്രി ആയപ്പോ ഒരു ഹോട്ടലിൽ കയറിക്കാണ്ട് തേങ്ങാപ്പാലിൽ പുഡിങ് കിട്ടാണ്ട് ജ്യൂസ് കുടിച്ചു. അത് വലിയ രസമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ തനിമ വിടാത്ത നല്ല ബീഫ് ബിരിയാണി കിട്ടി നമുക്കവിടെ. അത്യാവശ്യം ഇറച്ചി പീസുകൾ അട്ടി വെക്കാൻ മാത്രം ഉണ്ടെങ്കിൽ ആ ബിരിയാണിയിലെ ഇറച്ചി പീസുകൾ ബിരിയാണിന്റെ കൂടെയുള്ള സൈഡായിട്ടുള്ള തൈരും അച്ചാറും കൂട്ടിക്കാണ്ട് ഒരു പുടുത്തം. എന്റെ മോനെ നല്ല രസമുള്ള ചോറ്. ഞാൻ തിന്നുമ്പോ ചെങ്ങായി തൊള്ളയൊക്കെ ഇത്രക്കൈ ചെങ്ങായി അത് തിന്നിക്കണേ. ബിരിയാണിന്റെ കൂടെ കൂട്ടിപ്പിടിച്ചാൽ രണ്ട് ചിക്കൻ പീസും പറഞ്ഞു. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ഫുഡ് പോയിന്റ് പോയാൽ മതി.